ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കുറേ ഓടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളൊക്കെ ഓടി കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫായി പോവാം. പിന്നെ അതിന് ശേഷം ചോക്ക് ഇട്ടടിച്ചാലാണ്, ചോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും, കുറച്ച് ഓടും. ആ കണ്ടീഷനിലാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫായിട്ട് പിന്നെ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിച്ചു എന്നുള്ള വളരെ ഒരുപാട് സമയം എടുത്തു എന്നുള്ള ദിവസമൊക്കെ പറയണ്ടാവും. അപ്പോൾ നിലവിൽ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെട്രോൾ കാർബറേറ്ററിലേക്ക് ചെല്ലുന്നതിൻ്റെ പ്രോബ്ലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. അതായത് പെട്രോൾ കിട്ടാത്ത കണ്ടീഷനിൽ ഓഫാവുന്ന പോലെയാണ് കംപ്ലൈൻറ്റ്. നമുക്ക് ആ പറഞ്ഞ ലക്ഷണം വെച്ച് നമുക്ക് മനസ്സിലാവും. പ്രത്യക്ഷത്തിൽ നമ്മൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് കാർബറേറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്തു ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പറയത്തക്ക ഒരു കംപ്ലൈൻറ്റും കാർബറേറ്ററിൻ്റെ ഭാഗത്തില്ല. കാരണം എന്ന് വെച്ചാൽ സ്ലോ ജെറ്റൊക്കെ പുതിയ ജെറ്റാണ്. കാർബറേറ്ററൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതാണ്. എങ്കിൽ കൂടി നമ്മൾ ഒന്നും കൂടി അത് ക്ലീൻ ആക്കിയിട്ട് ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വേറെ യാതൊരു കംപ്ലൈൻ്റ് ഇല്ല. ഏകദേശം നമ്മളൊരു 10-12 കിലോമീറ്ററോളം ഓടിച്ചു, അപ്പോഴും വേറെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി വണ്ടി ഓടിക്കുക, കംപ്ലൈൻറ്റ് കാണിച്ച് വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ, സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ടാങ്കിലേക്ക് കൃത്യമായിട്ട് എയർ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നാലും ഈ പറഞ്ഞ രീതിയിൽ സെയിം പ്രോബ്ലമാണ് കാണിക്കുക. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്താണ് നമുക്കത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അതല്ലാതെ കൊണ്ട് നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ യാതൊരു വക ലക്ഷണങ്ങളോ കംപ്ലൈൻറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആണെന്നുള്ള ദിവസം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിലവിൽ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ആ രീതിയിലാണ്, ഈ പറഞ്ഞ രീതിയിലാണ് വണ്ടി ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പെട്രോൾ ടാപ്പ് ഒന്ന് ഓൺ ചെയ്യുക. അതിൻ്റെ 2 പ്രാവശ്യം കിക്കർ അടിച്ചതിന് ശേഷം ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം. അപ്പോൾ ഈ കറക്റ്റ് ടാങ്കിലേക്ക് എയർ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പ്രശ്നം കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെട്രോളിൻ്റെ ഈ അടപ്പ് മാത്രം ഒന്ന് മാറ്റിയിട്ടാൽ മതി. അതല്ലാതെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ യാതൊരു കംപ്ലയിൻസും കാണുന്നില്ല. ഓക്കെ, കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മളിവിടെ ഓടിച്ച് നോക്കി ഒരു 10-12 കിലോമീറ്ററോളം ഓടിച്ചു, യാതൊരു ലക്ഷണങ്ങളോ കംപ്ലയിൻറ്റോ കാണിച്ചിട്ടില്ല. എന്നാലും നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അഴിച്ച സ്ഥിതിക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്നുകൂടി ക്ലീൻ ആക്കിയിട്ട് കറക്റ്റ് ട്യൂണിങ്ങിലാക്കി വെക്കുന്നുണ്ട്. ഓക്കെ.